ശ്രീ മോൻസ് ജോസഫ്. സാർ, കേരളത്തിലെ കൃഷിക്കാർ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കർഷക ഈ ഒരു ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കർഷക ക്ഷേമനിധി ബോർഡ് കർഷക ക്ഷേമനിധി ബോർഡ് ഇപ്പോൾ പ്രവർത്തന സജ്ജമായി കാര്യക്ഷമമായി പ്രവർത്തിക്കും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതനുസരിച്ച് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. സാർ, എൻ്റെ ചോദ്യം എന്താണ് ഈ കർഷക ക്ഷേമനിധി ബോർഡ് പ്രവർത്തന സജ്ജമാക്കി മാറ്റാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇത് കൃഷിക്കാർക്ക് വേണ്ടി വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കി ഈ ഒരു ബോർഡ് ഇപ്പോൾ കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത നിലയിൽ പ്രതിസന്ധിയിൽ നിൽക്കുന്നതായിട്ടാണ് കൃഷിക്കാർ പരാതിപ്പെടുന്നത്. ഇതിന്റെ കാരണം വ്യക്തമാക്കാം. യെസ് മിനിസ്റ്റർ. ഇപ്പോൾ 2020 ഒക്ടോബർ മാസത്തിലാണ് നമ്മുടെ ഈ കേരള കർഷക ക്ഷേമനിധി ബോർഡ് സർക്കാർ പ്രവർത്തനം തുടങ്ങി വന്നത്. 24 അംഗങ്ങളുള്ള ഡയറക്ടർ ബോർഡുമുണ്ട്. ബോർഡിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. കർഷകർക്ക് ഓൺലൈനായി ബോർഡിൽ രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ നടപടികളൊക്കെ പൂർത്തീകരിച്ച് അംശാദയം ഒക്കെ അവർ അടച്ച് വരുന്നതേ ഉള്ളൂ. ഈ ഇനത്തിൽ ഇതുവരെ 2,29,83,383 രൂപ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. 5 വർഷത്തിൽ കുറയാതെ അംശാദയം അടച്ച് ക്ഷേമനിധിയിൽ അംഗമായവർക്കാണ് പദ്ധതിയിലെ ആനുകൂല്യത്തിന് അർഹമായിട്ടുള്ളത്. നിലവിൽ അംഗങ്ങൾ 5 വർഷം പൂർത്തീകരിച്ചിട്ടില്ലാത്തതിനാൽ ആനുകൂല്യം നൽകിയിട്ടില്ല. ബോർഡിൻ്റെ വിവിധ സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ എന്നിവ തീരുമാനിക്കുന്ന പദ്ധതി രേഖ സർക്കാരിൻ്റെ സജീവ പരിഗണനയിലിരിക്കുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, ഇപ്പം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞതനുസരിച്ച് നമ്മൾ തുടങ്ങിയിട്ട് തന്നെ ഇത് പ്രവർത്തനം 1 വർഷം 2 വർഷം ആകുന്നേ ഉള്ളൂ. അപ്പോൾ 5 വർഷം എങ്ങനെ പൂർത്തിയാക്കാൻ പറ്റും? നമ്മൾ തുടങ്ങിയിട്ട് 2 വർഷമേ ഉള്ളൂ. അപ്പോൾ അത് പരിശോധിക്കേണ്ട കാര്യമാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പരിശോധിച്ചാൽ മതി. പക്ഷേ ഈ അംശാദായം പിരിക്കുന്ന കാര്യത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. വളരെ നാമമാത്രമായ കൃഷിക്കാർക്കാണ് ഇതുവരെ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് കൃഷിക്കാർക്ക് ഉപകരിക്കുന്ന ഒരു കാര്യമാണ് താൻ. അപ്പോൾ അതിലേക്ക് ഇത് വിപുലീകരിക്കാൻ വേണ്ടി, ഇതിൻ്റെ ഗുണം കൃഷിക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഗവൺമെൻറ് കൂടുതൽ കാര്യക്ഷമതയോടെ നടപ്പാക്കും. യെസ് മിനിസ്റ്റർ. അതെ, കൂടുതൽ കാര്യക്ഷമതയോടുകൂടി നടപ്പിലാക്കാൻ സാധിക്കും. ഇപ്പോൾ 15,049 കർഷകരാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്. അതിനുള്ള നടപടികൾ ആരംഭിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ.